സംവരണ ബില്ലിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നതായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒരു നിർണായക സമയമാണിതെന്നും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പുതിയ ഒരു നയത്തിലേക്കുള്ള ഒരു നിമിഷമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ലിജോ വർഗീസ് ചേരുന്ന വിവരങ്ങളുമായി. ലിജോ, അദ്ദേഹം പറയുകയുണ്ടായി ബില്ലിനെ എതിർത്താൽ രാജ്യത്തെ വനിതകൾ പോലും പൊറുക്കില്ല എന്നൊക്കെ. എങ്ങനെ വിലയിരുത്താം അദ്ദേഹത്തെ വാക്കുകളെ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിച്ച ശേഷം ഇപ്പോൾ പാർലമെന്റിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി വനിതാ സംവരണം എന്ന കാര്യത്തെ എതിർക്കുന്ന പ്രതിപക്ഷം വനിതകളോട് വലിയ പാതകമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ വനിതകൾ അവരോട് പൊറുക്കില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ 2023 തന്നെ പാസാക്കിയ ഒരു നിയമമാണ് വനിതാ സംവരണ ബില്ല്. പക്ഷേ അതിനുശേഷം വീണ്ടും 2026 വീണ്ടും ഈ നിയമം അല്ലെങ്കിൽ ഈ ബില്ല് പാർലമെന്റിലേക്ക് വരുന്ന സമയത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് നേരത്തെ പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകളിൽ 33% സംവരണം എന്നത് വനിതകൾക്ക് വേണ്ടി നടപ്പിലാക്കി. അതിപ്പോൾ വനിതകൾ 50% പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്തിപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ നേതൃഗുണമുള്ള സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിനും അവരുടെ പാർലമെന്റിലടക്കം അവരെത്തുന്നതിനും അവർ കാത്തു നിൽക്കുകയാണ്. അവരെ തടയരുത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റ് തനിക്ക് വേണ്ട. ഈ വനിതാ സംവരണം നടപ്പിലാക്കാൻ സഹായിക്കൂ, ആ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾ ഒരു ബ്ലാങ്ക് ചെക്കായി പ്രതിപക്ഷത്തിന് നൽകാം എന്നുള്ള പരിഹാസം കൂടി ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നടത്തുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ പല ഘട്ടങ്ങളിലും പ്രതിപക്ഷത്തിന്റെ വലിയ തരത്തിലുള്ള ശബ്ദമുണ്ടാക്കുകയും അവർ ബഹളം വെക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നതും കാണായിരുന്നു. ഏത് തരത്തിലുള്ള നിലപാടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്രധാനമന്ത്രി പറയുന്നത് വളരെ ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി ഇതിനെ എതിർക്കാനാണ് ശ്രമിക്കുന്നത്. അത് പക്ഷേ കേവലം രാഷ്ട്രീയം മാത്രമാണ്. അത് ഈ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ലാഭം മാത്രമാണ് പ്രതിപക്ഷം നോക്കുന്നത്. കൂടുതൽ മണ്ഡലങ്ങൾ ഉണ്ടായാൽ അതിൽ കൂടുതൽ ആളുകൾ ജയിക്കുകയും അതിൽ കൃത്യമായ രാഷ്ട്രീയത്തിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു വരുന്ന ആളുകളാണ് സഭയിലേക്ക് എത്തുക. അതിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വനിതകളുടെ കാര്യത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി കാത്തിരുന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ പോകുന്നു. വളരെ സുവർണ അവസരമാണ് ഇതിന് കൈവന്നിരിക്കുന്നത്. അത് നടപ്പിലാക്കി എടുക്കണം എന്നതാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട്. അത് അല്ലെങ്കിൽ സ്വാഭാവികമായും സ്ത്രീകൾക്ക് കടന്നു വരാൻ ഇനിയും ഒരുപാട് സമയം വേണ്ടിവരും. അതിനിടയാക്കരുത്. സ്ത്രീകൾക്ക് കടന്നു വരാനും രാഷ്ട്രീയത്തിൽ ഇടപെടാനും രാഷ്ട്ര നിർമ്മാണത്തിൽ ഇടപെടാനുമുള്ള അവസരം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന DMK ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനെതിരെയും പരിഹാസവും വിമർശനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി, ലിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.